ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ജോലിക്ക് ചേർന്നതിന് ശേഷം നിധി ആദ്യമായി ഒരു പ്രോജക്ട് പ്രസന്റേഷന് വേണ്ടി പോകാനായി തയ്യാറെടുക്കുകയാണ്. ഇക്കാര്യം വലിയ സന്തോഷത്തോടു കൂടി നിധി കിളിക്കൂട്ടിലുള്ള എല്ലാവരോടും പറയുന്നു. നന്നായി വരട്ടെ എന്ന് പറഞ്ഞ് ഭാസ്കരൻ നിധിയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയാണ്. തുടർന്ന് സുധീഷ് ഓഫീസിൽ കൊണ്ടുവിടാമെന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ നികേഷിന്റെ ഒപ്പം പൊയ്ക്കോളാമെന്ന് പറയുകയാണ് നിധി. അപ്പൊ സുഭാഷ് പറയുന്നു, ഇന്ന് പ്രസന്റേഷൻ ഉള്ളതല്ലേ മോളെ, ബസ്സിൽ പോകണ്ട. ഇത് കേട്ട് നിധി പറയുകയാണ്, എങ്കിൽ ഞാൻ ഓട്ടോയിൽ പൊയ്ക്കോളാം. ഞാൻ ഓട്ടോ വിളിച്ചോണ്ട് വരട്ടെ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ വേണ്ട, ജംഗ്ഷനിലേക്ക് ഇറങ്ങുമ്പോൾ ഓട്ടോ കിട്ടുമല്ലോ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് നികേഷിനെയും കൂട്ടി നിധി അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് നികേഷിന്റെ ഒരു ഫ്രണ്ട് ഫോണിൽ വിളിച്ച് ഞാൻ ഇന്ന് നിന്റെ വീടിന്റെ അതുവഴിയാ വരുന്നത്, നീ എന്റെ കൂടെ ബൈക്കിൽ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ നികേഷ് പറയുന്നു, ഇല്ല, ഞാൻ ഏട്ടത്തിയുടെ കൂടെ പോവാം, എങ്കിൽ നമുക്ക് കോളേജിൽ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഫ്രണ്ട് കോള് കട്ട് ചെയ്യുകയാണ്. നിധി ചോദിക്കുന്നു, ആരാടാ വിളിച്ചേ? അപ്പൊ നികേഷ് പറയുകയാണ്, ഫ്രണ്ട് ഏട്ടത്തി, അവന്റെ കൂടെ ബൈക്കിൽ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ നിധി പറയുകയാണ്, എന്താ നികേഷ് ഈ ചെയ്തത്? അവനോട് ഇങ്ങോട്ട് വരാൻ പറ, ഞാൻ ഓട്ടോയ്ക്ക് പോയിക്കോളാം. ഇത് കേട്ട് നികേഷ് ഫ്രണ്ടിനെ ഫോൺ വിളിച്ച് ആ വഴി വരാനായി പറയുകയാണ്. തുടർന്ന് ജംഗ്ഷനിലേക്ക് വന്ന നിധി ഒരു ഓട്ടോയിൽ കയറി പോവുകയാണ്. തുടർന്ന് നിധി ഓട്ടോയിൽ ഇരുന്ന് ലാപ്ടോപ്പിൽ പ്രോജക്റ്റ് ഒക്കെ നോക്കുകയാണ്. ഇതിനിടയിൽ ദിവ്യ നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയും പ്രസന്റേഷന്റെ കാര്യം പറയുകയുമാണ്. സിദ്ധാർത്ഥ് സാർ വന്നോന്ന് നിധി ചോദിക്കുമ്പോൾ ഇതുവരെ വന്നിട്ടില്ല എന്ന് ദിവ്യ പറയുന്നു. ഫോൺ കട്ട് ചെയ്ത നിധി തന്റെ ലാപ്ടോപ്പ് എടുത്തു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് നിധി പറയുന്നു, ചേട്ടന്റെ നമ്പർ പറ, ഞാൻ ജിപേ ചെയ്യാം. അപ്പോൾ ഡ്രൈവർ പറയുകയാണ്, ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി മോളെ, ക്യാഷ് ആയിട്ട് തരണം. ക്യാഷ് ആയിട്ടോ എന്ന് ചോദിച്ച് നിധി തന്റെ ബാഗിലെല്ലാം ക്യാഷ് ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഓട്ടോയിൽ നിന്നും ഇറങ്ങിയ നിധി ബാഗിൽ നിന്നും ക്യാഷ് എടുത്തു കൊടുക്കുമ്പോൾ ചില്ലറ ഇല്ലെന്ന് പറയുകയാണ് ഡ്രൈവർ. ബാഗിലെല്ലാം ചില്ലറ ഉണ്ടോ എന്ന് നോക്കുന്ന നിധി ശേഷം ക്യാഷ് കൊടുത്ത് നിധി അവിടെ നിന്ന് പോകുന്നു. ഓട്ടോയിലിരിക്കുന്ന ലാപ്ടോപ്പ് എടുക്കാതെയാണ് നിധി ഓഫീസിലേക്ക് കയറി പോകുന്നത്. ഇതറിയാതെ ഓട്ടോ ഡ്രൈവർ അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ദിവ്യയുടെ അരികിലേക്ക് വന്ന നിധി പറയുകയാണ്, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, ഇന്ന് 12 മണിക്കാണ് എന്റെ പ്രസന്റേഷൻ. അപ്പൊ ദിവ്യ പറയുകയാണ്, നിധി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തല്ലേ ഈ പ്രോജക്ട് ചെയ്തത്, എല്ലാം നന്നായിട്ട് വരും. ഈ സമയം അവിടേക്ക് വന്ന സിദ്ധാർത്ഥ് നിധിയോട് ചോദിക്കുന്നു, നിധി പ്രസന്റേഷൻ റെഡിയല്ലേ? റെഡിയാണെന്ന് നിധി പറയുമ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, നിധിയുടെ ഫൈനൽ പ്രസന്റേഷൻ ഞാൻ ഇതുവരെ കണ്ടില്ല, ഡിസൈൻ വീഡിയോ എല്ലാം റെഡിയല്ലേ? അപ്പോൾ നിധി പറയുകയാണ്, എല്ലാം റെഡിയാണ് സിദ്ധാർത്ഥ്. അപ്പൊ ദിവ്യ പറയുകയാണ്, മോഹൻ ഇവിടെ 5 വർഷമായിട്ട് ജോലി ചെയ്യുക, മോഹന് പോലും ഇങ്ങനെ ഒരു പ്രോജക്ട് സിദ്ധാർത്ഥ് കൊടുത്തിട്ടില്ല. നിന്നെ വിശ്വസിച്ച സിദ്ധാർത്ഥ് ഇത്ര നല്ലൊരു പ്രോജക്ട് ഏൽപ്പിച്ചത്, നന്നായിട്ട് പെർഫോം ചെയ്യണം. സിദ്ധാർത്ഥ് ചോദിക്കുന്നു, നിധി പ്രസന്റേഷൻ ഒന്ന് കാണിക്കണേ. കാണിക്കാന്ന് പറഞ്ഞ് നിധി ലാപ്ടോപ്പ് നോക്കുകയാണ്. അവിടെയെങ്ങും തന്റെ ലാപ്ടോപ്പ് കാണാതെ ഹായ് നെരിക്കുകയാണ് നിധി. നിധി എന്തു പറ്റിയെന്ന് ദിവ്യ ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, ലാപ്ടോപ്പ് കാണുന്നില്ലടി. ഞെട്ടി ദിവ്യ ചോദിക്കുന്നു, ലാപ്ടോപ്പ് കാണുന്നില്ലെന്നോ? നീ വന്നപ്പോൾ ലാപ്ടോപ്പും കൊണ്ടല്ലേ വന്നത്? ഞാൻ എടുത്തോണ്ടാ വന്നേന്ന് നിധി പറയുമ്പോൾ ദിവ്യ ചോദിക്കാണ്, പിന്നെ എങ്ങനെ കാണാതെ പോകുന്നത്? എവിടെയെങ്കിലും മറന്നു വെച്ച് കാണും, നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നിധി പറയുകയാണ്, ദിവ്യ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്റെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം നടന്നു വന്ന ഓട്ടോ പിടിച്ചു. ദിവ്യയോട് ഫോണിൽ സംസാരിക്കുന്ന സമയത്തും ലാപ്ടോപ്പിന്റെ അരികിൽ ഉണ്ടായിരുന്നു. തുടർന്ന് നിധി പറയുകയാണ്, ലാപ്ടോപ്പ് ആ ഓട്ടോയിൽ മറന്നു വെച്ചതാണ് ദിവ്യ. ദിവ്യ ചോദിക്കുന്നു, ഓട്ടോയിൽ എങ്ങനെയാ ലാപ്ടോപ്പ് മറന്നു വെക്കുന്നത്? അപ്പൊ നിധി പറയുകയാണ്, ടെൻഷനിൽ മറന്നതാണ്, ഇനി എന്താ ചെയ്യുക? അവിടേക്ക് വന്ന സിദ്ധാർത്ഥ് ചോദിക്കുകയാണ്, എന്തു പറ്റി? ആ പ്രസന്റേഷൻ ഒരു തവണ ഒന്ന് കാണിക്ക്, ക്ലയന്റ് വരുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്യാനാ. ഹായത്തോടുകൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് നിധി പറയുന്നു, സോറി സിദ്ധാർത്ഥ്, ഞാൻ ലാപ്ടോപ്പ് മറന്നിട്ടാ വന്നത്. ഇത് കേട്ട് സ്റ്റാഫുകൾ എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. സിദ്ധാർത്ഥ് ചോദിക്കുന്നു, വാട്ട്, ലാപ്ടോപ്പ് മറന്നുപോയെന്നോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, സ്കൂളിലുള്ള ഹോംവർക്ക് നോട്ട് മറന്നു വെച്ചതുപോലെയാണല്ലോ പറയുന്നത്. നിധി, വലിയൊരു ക്ലയന്റ് ആണ് നമ്മളെ തേടി നമ്മുടെ ഓഫീസിലേക്ക് വന്നിരിക്കുന്നത്. ശരിക്കും നമ്മൾ വേണമായിരുന്നോ അവരുടെ ഓഫീസിലേക്ക് ചെല്ലാൻ? നോക്ക്, 1.5 മണിക്കൂറിനുള്ളിൽ അവരിവിടെ എത്തും. അപ്പോഴാണോ ലാപ്ടോപ്പ് മറന്നുപോയെന്ന് പറയുന്നത്? വാട്ട് ഈസ് ദിസ്? ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നിധി തന്നെ പറ, മീറ്റിംഗ് ക്യാൻസൽ ചെയ്യട്ടെ? അപ്പോൾ നിധി പറയുകയാണ്, സിദ്ധാർത്ഥ്, എനിക്കല്പം ടൈം തരണം, ഞാൻ എല്ലാം ശരിയാക്കാം. അപ്പൊ സിദ്ധാർത്ഥ് പറയുകയാണ്, ഇത്ര കെയർലെസ് ആയിട്ട് നിധിക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു? സത്യമായിട്ടും ഞാൻ നിധിയുടെ ഭാഗത്തുനിന്ന് ഇതൊന്നും പ്രതീക്ഷിച്ചില്ല. നിധി ഡെഡിക്കേറ്റഡ് ആയി ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയും സീനിയേഴ്സ് ഉണ്ടായിട്ടും ഞാൻ ആ പ്രോജക്ട് നിധിയുടെ കയ്യിൽ തന്നത്. അപ്പൊ നിധി പറയുകയാണ്, സിദ്ധാർത്ഥ്, എനിക്ക് അല്പം സമയം എന്താ, ഞാൻ എല്ലാം ശരിയാക്കാം. പ്രസന്റേഷൻ അവതരിപ്പിക്കുന്നതിന്റെ ടെൻഷനിൽ ഞാൻ ലാപ്ടോപ്പ് മറന്നുപോയതാ. ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുകയാണ്, നിധി ആദ്യം ലാപ്ടോപ്പ് പോയി എടുത്തോണ്ട് വാ, കൃത്യസമയത്ത് ക്ലയന്റിന്റെ മുന്നിൽ പ്രസന്റേഷൻ നടത്തണം. സിദ്ധാർത്ഥ് 1 മിനിറ്റ് എന്ന് പറഞ്ഞ് നിധി ഫോണുമായി പുറത്തേക്ക് പോവുകയാണ്. സിദ്ധാർത്ഥ് ടെൻഷനോട് കൂടി മോഹനോട് സംസാരിക്കുന്നു. പുറത്തേക്ക് ഇറങ്ങിയ നിധി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിധി പറയുകയാണ്, രാവിലെ ഞാൻ ഓഫീസിലേക്ക് ഓട്ടോയിലാ വന്നത്, ഞാൻ ലാപ്ടോപ്പ് ഓട്ടോയിൽ മറന്നു വെച്ചു. ഇന്ന് 12 മണിക്ക് ക്ലയന്റ് മീറ്റിംഗ് ഉണ്ട്, ഇപ്പം 10:30 ആയി, ലാപ്ടോപ്പ് ഇല്ലാതെ എനിക്ക് പ്രസന്റേഷൻ നടത്താൻ പറ്റില്ല. സുധീഷ് ചോദിക്കുന്നു, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ വർക്ക് ചെയ്ത ആ പ്രസന്റേഷൻ ആണോ? അപ്പൊ നിധി പറയുകയാണ്, അതെ സുധീഷ്, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പേടിയാവുന്നു. അങ്ങനെ നിധി കരയുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി ടെൻഷൻ ആകാതെ, ഒരു പ്രശ്നമില്ല, നമുക്ക് ലാപ്ടോപ്പ് കണ്ടുപിടിക്കാം. ഓട്ടോ നിധി
എവിടുന്നാ പിടിച്ചത്? നമ്മുടെ ഏരിയയിലുള്ള സ്റ്റാൻഡിൽ നിന്നല്ലേ? അപ്പൊ നിധി പറയുകയാണ് അല്ല, ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ച് കയറുകയായിരുന്നു. ഇത് കേട്ട് സുധീഷ് പറയുകയാണ് ശരി, ഓട്ടോയുടെ നമ്പർ നോക്കിയായിരുന്നോ? ഇല്ലാന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ ടെൻഷൻ ആകണ്ട, ഓൺലൈനിലല്ലേ പേ ചെയ്തത്, ആ ഡ്രൈവറുടെ ഫോൺ നമ്പർ എനിക്കൊന്ന് അയച്ചതാ. അപ്പൊ നിധി പറയുകയാണ് ഞാൻ ഓൺലൈനായിട്ട് പേ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ആ ഡ്രൈവർ ക്യാഷ് ആയിട്ട് തരണമെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ ഞാൻ ക്യാഷ് ആയിട്ട് കൊടുത്തു. എന്നിട്ട് സുധീഷ് പറയുകയാണ് നിധി ടെൻഷൻ ആകണ്ട, നമുക്ക് ആ ഓട്ടോ കണ്ടുപിടിക്കാം. നമുക്ക് 1.5 മണിക്കൂർ സമയമുണ്ടല്ലോ, ഞാൻ ലാപ്ടോപ്പ് കണ്ടുപിടിക്കാം. നിധി ചോദിക്കുന്നു സുധീഷ് എന്റെ ലാപ്ടോപ്പ് തിരിച്ചു കിട്ടുമോ? എന്റെ ബോസ് നല്ല ടെൻഷനില്ല, മൊത്തം പ്രസന്റേഷനും ആ ലാപ്ടോപ്പിലാ. ഞാൻ ഇങ്ങനെ കെയർലെസ് ആയത് എങ്ങനെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. ഇത് കേട്ട് സുധീഷ് പറയുകയാണ് നിധി റിലാക്സ് ആയിട്ടിരിക്കെ, ഞാൻ പോയി ആ ഓട്ടോ കണ്ടുപിടിക്കട്ടെ, അതിനുശേഷം ഞാൻ നിധിയെ വിളിക്കാം. ആ ഓട്ടോയെ പറ്റി എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ ഉടനെ നിധി എന്നെ വിളിച്ചു പറയണം. നിധി പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ, ഞാൻ നോക്കിക്കോളാം. ശരി സുധീഷ് എന്ന് പറഞ്ഞ നിധി കോള് കട്ട് ചെയ്യുകയാണ്. തുടർന്ന് സിദ്ധാർത്ഥ ചോദിക്കുന്നു നിധി ലാപ്ടോപ്പ് പോയി എടുക്കേണ്ടതിന് ഇവിടെ തന്നെ നിൽക്കുന്നത് എന്താ? അപ്പൊ നിധി പറയുകയാണ് സിദ്ധാർത്ഥ് ഞാൻ ലാപ്ടോപ്പ് എടുക്കാൻ ട്രൈ ചെയ്യുക. സിദ്ധാർത്ഥ ചോദിക്കുന്നു ഇതെന്ത് മറുപടിയാണ് നിധി? ക്ലയൻസ് വരുമ്പോൾ ഞാൻ അവരോട് എന്ത് പറയും? കോടികളുടെ പ്രോജക്റ്റ് ബോഡി വരച്ചു കാണിക്കാൻ പറ്റുമോ? ലാപ്ടോപ്പിൽ മാത്രമേ പ്രോജക്റ്റ് ഉണ്ടോ? വേറെ എന്തെങ്കിലും ബാക്കപ്പ് ഉണ്ടോ? അപ്പൊ നിധി പറയുകയാണ് 3D പ്രസന്റേഷൻ ഇല്ല. 3D പ്രസന്റേഷൻ ഇല്ലാതെ ഞാൻ പ്രോജക്റ്റ് അവതരിപ്പിക്കട്ടെ? സിദ്ധാർത്ഥ ചോദിക്കുന്നു നിധി എന്താ ജോക്ക് പറയുകയാണോ? 3D പ്രസന്റേഷൻ ആണെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. 1 മണിക്കൂർ കൂടി കഴിയുമ്പോൾ ക്ലയൻസ് എത്തും, ഞാൻ അവരോട് എന്ത് മറുപടി പറയണം? പറയ്. നിധി ചോദിക്കുന്നു സിദ്ധാർത്ഥ് അവരോട് സംസാരിച്ച് ഈ പ്രസന്റേഷൻ അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാൻ പറ്റുമോ? ഇത് കേട്ട് സിദ്ധാർത്ഥ് പറയുകയാണ് ഈ പ്രോജക്റ്റ് നിധി ഡിസൈൻ ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം എടുത്തില്ല ഞാൻ, അതാണ് ഞാൻ ചെയ്ത തെറ്റ്. നിധി ഒരു ഫ്രഷറാണ്, ഈ സീനിയർ സ്റ്റാഫിനെ ഒക്കെ മാറ്റി നിർത്തി ഞാൻ നിധിക്ക് പ്രോജക്റ്റ് തന്നതോർത്ത് ഞാൻ ഇപ്പം വല്ലാതെ ദുഃഖിക്കുക. അങ്ങനെ സിദ്ധാർത്ഥ് വളരെ ദേഷ്യത്തോടു കൂടി നിധിയോട് സംസാരിക്കുകയാണ്. ഈ സമയം സിദ്ധാർത്ഥിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ക്ലയന്റ്. ഫോൺ അറ്റൻഡ് ചെയ്ത സിദ്ധാർത്ഥ് പറയുന്നു കൃത്യസമയത്ത് തന്നെ പ്രസന്റേഷൻ നടക്കും, നിങ്ങൾ വന്നോളൂ, ഒരു പ്രശ്നമില്ല. ഇത് കേട്ട് നിധി ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. ഫോൺ കട്ട് ചെയ്ത സിദ്ധാർത്ഥ് പറയുന്നു നിധി എന്ത് ചെയ്യുമോ എങ്ങനെ അവതരിപ്പിക്കുമോ അതൊന്നും എനിക്കറിയണ്ട, കൃത്യസമയത്ത് ഇവിടെ പ്രസന്റേഷൻ നടന്നിരിക്കണം, 12 മണിക്ക് ഇവിടെ പ്രസന്റേഷൻ നടക്കണം. ഇത് കേട്ട് കണ്ടു നിറഞ്ഞ് നിധി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് ഓട്ടോ സ്റ്റാൻഡിലേക്ക് വന്ന സുധീഷ് അറിയാവുന്ന ഒരു ചേട്ടൻ അരികിലേക്ക് വന്നിട്ട് പറയുന്നു ചേട്ടാ ഇന്ന് രാവിലെ എന്റെ ഭാര്യ ഒരു ഓട്ടോയ്ക്ക് ഓഫീസിലേക്ക് പോയി, അത് ഏത് ഓട്ടോ ആണെന്നൊന്ന് അറിയണം, ഓഫീസ് ഏത് സ്ഥലമാണെന്നൊക്കെ ആ ചേട്ടൻ ചോദിക്കുകയാണ്. അവിടെയുള്ള ഡ്രൈവർമാരോടെല്ലാം ആ ചേട്ടൻ ഈ കാര്യം ചോദിക്കുന്നു. സ്റ്റാൻഡിലില്ലാത്ത ഡ്രൈവർമാരെയൊക്കെ ഫോൺ വിളിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ആ ചേട്ടൻ പറയുകയാണ് സുധീഷിന്റെ ഭാര്യ കയറിയത് ഈ സ്റ്റാൻഡിൽ ഓടുന്ന ഓട്ടോയിലല്ല, വഴിയിൽ വെച്ച് കൈ കാണിച്ച് ഒരു ഓട്ടോയിൽ കയറി പോയതാ. ശരി ചേട്ടാ താങ്ക്സ് എന്ന് പറഞ്ഞ് വിഷമത്തോടു കൂടി സുധീഷ് അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് നിധിയുടെ ഫോണിലേക്ക് വിളിച്ച സുധീഷ് ചോദിക്കുന്നു നിധി ഞാൻ ഇവിടെ ഓട്ടോ സ്റ്റാൻഡിലുണ്ട്, നിധി പോയ ഓട്ടോയെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മ വന്നോ? നിധി കയറിയത് സ്റ്റാൻഡിൽ കിടന്ന് ഓടുന്ന ഓട്ടോയിലല്ല, ആ ഓട്ടോയെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഞാൻ അത് വെച്ച് കണ്ടുപിടിക്കാം. വണ്ടി ഓടിച്ച ആളുടെ പേര്, അല്ലെങ്കിൽ എന്തെങ്കിലും അടയാളം, അല്ലെങ്കിൽ ഏകദേശ പ്രായം, ഇങ്ങനെ എന്തെങ്കിലും ഓർമ്മ വരുവാണെങ്കിൽ പറയണം. ഒന്ന് ആലോചിച്ച് നിധി പറയുന്നു ആള് കുറച്ച് പ്രായമുള്ള ആളായിരുന്നു, ഒരു 50 വയസ്സെങ്കിലും കാണും, താടിയും മുടിയുള്ള ആളായിരുന്നു. ഓട്ടോയുടെ മുമ്പിൽ ജീസസിന്റെ ഒരു പടം ഉണ്ടായിരുന്നു, മുകളിലായി ജീസസ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത്രയും ഓർമ്മയുള്ളോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് അതെ സുധീഷ് ഞാൻ ടെൻഷനായിട്ടാ വന്നുകൊണ്ടിരുന്നത്, മീറ്റിംഗ് അല്ലാതെ വേറൊന്നും എന്റെ തലയിലില്ലായിരുന്നു. നിധി ഓട്ടോയിൽ കയറിയ സ്ഥലം കൃത്യമായി സുധീഷ് ചോദിക്കുകയാണ്. അവിടെയുള്ള ഒരു കടയുടെ ഫ്രണ്ടിൽ ക്യാമറ കാണുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് പറയുന്നു നിധി ധൈര്യമായിട്ടിരിക്കെ, ലാപ്ടോപ്പ് കണ്ടുപിടിക്കാം, ഞാൻ വിളിക്കാം. അപ്പൊ നിധി പറയുകയാണ് സുധീഷ് പെട്ടെന്ന് വേണം പ്ലീസ്. ശരി നിധി ഞാൻ വിളിക്കാന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് ആ കടയിലേക്ക് വന്ന സുധീഷ് കടക്കാരനോട് കാര്യങ്ങളെല്ലാം വിശദമായി പറയുകയാണ്. CCTV ഫുട്ടേജ് ഒന്ന് കാണിക്കോ, ആ ലാപ്ടോപ്പിൽ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റ് ഉള്ളതാണ്, പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. അയാൾ പറയുന്നു ശരി വാ. അപ്പൊ സുധീഷ് പറയുകയാണ് രാവിലെ ഒരു 8:45 ആയപ്പോഴാ നിധി നടന്നു വരുന്നത് കാണുകയാണ് സുധീഷ്. അപ്പൊ സുധീഷ് പറയുന്നു ഇതെന്റെ ഭാര്യ, ഒന്ന് സ്ലോ ആക്കി കാണിക്കണേ. ആ ഓട്ടോയുടെ ഫോട്ടോ എടുക്കുകയാണ് സുധീഷ്. തുടർന്ന് താങ്ക് യു എന്ന് പറഞ്ഞ് സുധീഷ് സന്തോഷത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ്. നിധിയും സിദ്ധാർത്ഥും മോഹനും എല്ലാം വളരെ ടെൻഷനോടുകൂടി ഇരിക്കുകയാണ്. സുധീഷ് വഴിയിലെല്ലാം ആ ഓട്ടോ അന്വേഷിക്കുകയാണ്. കാണുന്ന ഓട്ടോക്കാരോടെല്ലാം ആ ഓട്ടോയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. ഒരു ചേട്ടന്റെ ഫോണിലേക്ക് വിളിച്ച് സുധീഷ് പറയുകയാണ് ചേട്ടാ ഞാൻ ഓട്ടോ നമ്പർ തന്നിട്ട് അഡ്രസ് ഒന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ, കണ്ടുപിടിച്ചായിരുന്നോ? അയാൾ പറയുകയാണ് കണ്ടുപിടിച്ചു. ഇത് കേട്ട് സുധീഷ് പറയുകയാണ് ആ അഡ്രസ് ഒന്ന് പറയണേ, ഞാൻ ഡ്രൈവ് ചെയ്യുക. അയാൾ അഡ്രസ് പറഞ്ഞു കൊടുക്കുകയാണ്. തുടർന്ന് ആ അഡ്രസ്സിലേക്ക് വന്ന സുധീഷ് നിധിയുടെ ലാപ്ടോപ്പ് ഓട്ടോയിൽ വെച്ച് മറന്നുപോയ കാര്യം പറയുകയാണ്. ഓണർ പറയുന്നു ഓട്ടോ എന്റേതാ, പക്ഷെ ഞാൻ ഓട്ടോ വാടകയ്ക്ക് കൊടുത്തിരിക്കുക, അയാളുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. തുടർന്ന് സുധീഷ് ആ ഓട്ടോ ഡ്രൈവറുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആ ഡ്രൈവറുടെ ഭാര്യയാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. ഓട്ടോ നമ്പർ പറഞ്ഞുകൊണ്ട് ആ ഓട്ടോ നിങ്ങളുടേതല്ലേന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഡ്രൈവറുടെ ഭാര്യ പറയുന്നു അതെ, കടം വാങ്ങിച്ച ആളാണോ? ഓട്ടോ വന്ന് എടുത്തോണ്ട് പോകാനാണോ? അത് വേണ്ട, ആ ഓട്ടോയിൽ കൈവച്ചാൽ ഓണർ നിന്നെ വെട്ടും. എതികിട്ട് സുധീഷ് പറയുകയാണ് അയ്യോ ഞാൻ കടം കൊടുത്ത ആളൊന്നും അല്ല, നിങ്ങളുടെ ഓട്ടോ
ഓട്ടോയില് രാവിലെ എന്റെ വൈഫ് ഓഫീസിൽ പോയി. അവള് ഇറങ്ങുന്നതിന്റെ ധൃതിയില് ലാപ്ടോപ്പ് ഓട്ടോയിൽ മറന്നു വെച്ചിട്ടാ പോയത്. വളരെ പ്രധാനപ്പെട്ട ഒരു ലാപ്ടോപ്പാ. അത് അന്വേഷിച്ച് നടക്കുവാ ഞാൻ. ഇത് കേട്ട് അവർ പറയുകയാണ്, ഇത്രയും വലിയൊരു സാധനം നിന്റെ ഭാര്യ ഓട്ടോയിൽ മറന്നു വെച്ച് പോയെന്നോ? ആരെങ്കിലും ലാപ്ടോപ്പ് മറന്നു വെച്ചിട്ട് പോകുമോ? ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, എന്ത് ചെയ്യാനാ, മറന്നു വെച്ച് പോയില്ലേ? വളരെ പ്രധാനപ്പെട്ട ലാപ്ടോപ്പാ. ഉടനെ തന്നെ ആ ലാപ്ടോപ്പ് വേണം. ഒന്ന് സഹായിക്കണം ചേച്ചി. അവർ പറയുകയാണ്, എന്റെ ഭർത്താവ് വീട്ടിലില്ല, ഫോൺ മറന്നു വെച്ചിട്ട് പോയതാ. ഇത് കേട്ട് സുധീഷ് ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ വേറെ ഫോൺ ഉണ്ടോ? ഇത് കേട്ട് ആ ചേച്ചി പറയുകയാണ്, ഞങ്ങക്ക് 2 ഫോണൊക്കെ മേടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കടം വാങ്ങിക്കേണ്ട അവസ്ഥ വരുമായിരുന്നു. അങ്ങനെ സ്റ്റാൻഡിൽ കാണും, ചെന്ന് നോക്ക്. സ്റ്റാൻഡ് എവിടെയാണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സ്ഥലവും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ആ ചേച്ചി. തുടർന്ന് സുധീഷ് ആ സ്റ്റാൻഡിലേക്ക് വരികയും ചുറ്റും ആ ഓട്ടോ നോക്കുകയുമാണ്. കുറച്ചപ്പുറത്തായി ആ ഓട്ടോ കിടപ്പുണ്ട്. സുധീഷ് അത് കാണുന്നില്ല. തുടർന്ന് നിധിയുടെ അരികിലേക്ക് വന്ന് സിദ്ധാർത്ഥ ചോദിക്കുന്നു, നിധി ലാപ്ടോപ്പ് എവിടെ? കിട്ടിയോ? എന്താ നിധി, 10 മിനിറ്റിനുള്ളിൽ ക്ലയൻസ് ഇവിടെ എത്തും. കണ്ണു നിറഞ്ഞ നിധി പറയുന്നു, സിദ്ധാർത്ഥ് ലാപ്ടോപ്പ് ഇതുവരെ കിട്ടിയില്ല. സിദ്ധാർത്ഥ ചോദിക്കുന്നു, എന്താ നിധി, നിധി അത് വീട്ടിൽ മറന്നു വെച്ചതാണോ അതോ വഴിയിൽ വെച്ച് ലാപ്ടോപ്പ് നഷ്ടപ്പെട്ടതാണോ? കരഞ്ഞുകൊണ്ട് നിധി പറയുകയാണ്, സിദ്ധാർത്ഥ് വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ലാപ്ടോപ്പ് എടുത്തോണ്ടാ വന്നത്. ഓഫീസിലേക്ക് വന്ന ഓട്ടോയിൽ ഞാൻ ആ ലാപ്ടോപ്പ് മറന്നു വെച്ചു. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി സിദ്ധാർത്ഥ ചോദിക്കുകയാണ്, എന്താ നിധി ഇതെല്ലാം? ഓട്ടോയിൽ മറന്നു വെച്ചതാണെന്നോ? ഞാൻ എന്ത് വിശ്വസിച്ച നിധിയുടെ കയ്യിൽ ആ പ്രോജക്റ്റ് തന്നത്? ഇത്ര ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാളാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്റെ തെറ്റാ, എല്ലാം എന്റെ തെറ്റ് തന്നെയാ. ഒരു പ്രോജക്റ്റ് നന്നായി ചെയ്തപ്പോൾ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഞാൻ നിധിയെ വിശ്വസിച്ച് തന്നില്ലേ? അതിന്റെ അഹങ്കാരമാണ് നിധിക്ക്. അല്ല സിദ്ധാർത്ഥ്, അങ്ങനെയല്ലാന്ന് നിധി പറയുമ്പോൾ സിദ്ധാർത്ഥ് പറയുകയാണ്, അല്ല നിധി, അങ്ങനെ തന്നെയാ. ശരി, ഞാനിപ്പം ക്ലയന്റിനോട് എന്താ പറയേണ്ടത്? കരഞ്ഞോണ്ട് നിധി പറയുന്നു, സിദ്ധാർത്ഥ് അടുത്ത ദിവസത്തേക്ക് ഈ പ്രോജക്റ്റ് ഒന്ന് മാറ്റി വെക്കാൻ പറ്റുമോ എന്ന് നോക്ക് പ്ലീസ്. ഈ പ്രോജക്റ്റിന് വേണ്ടി ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തതാ. ഈ സമയം മോഹന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ക്ലയന്റ്. ആരാണെന്ന് സിദ്ധാർത്ഥ ചോദിക്കുമ്പോൾ മോഹൻ പറയുന്നു, സർ ക്ലയന്റാ വിളിക്കുന്നത്. അറ്റൻഡ് ചെയ്യാൻ സിദ്ധാർത്ഥ പറയുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുകയാണ് മോഹൻ. മാഡം വന്നോ? ശരി, ഞങ്ങൾ ഇപ്പൊ എത്താം. അങ്ങനെ കോള് കട്ട് ചെയ്ത് മോഹൻ പറയുന്നു, അവര് വന്നു സർ. കരഞ്ഞോണ്ട് നിധി പറയുകയാണ്, സിദ്ധാർത്ഥ് പ്ലീസ് എനിക്ക് വേണ്ടി അവരോടൊന്ന് സംസാരിക്കുക. ഇത് കേട്ട് സിദ്ധാർത്ഥ ദേഷ്യത്തോടു കൂടി നിധിയെ നോക്കുമ്പോൾ നിധി പൊട്ടിക്കരയുകയാണ്. ഈ സമയം നിധി എന്ന് വിളിച്ച് ലാപ്ടോപ്പുമായി അവിടെ കൂടി വരികയാണ് സുധീഷ്. എല്ലാവരും തിരിഞ്ഞ് സുധീഷിനെ നോക്കുകയാണ്. ലാപ്ടോപ്പ് കണ്ട് കണ്ണു നിറഞ്ഞ സന്തോഷത്തോടു കൂടി സുധീഷിനെ നോക്കുകയാണ് നിധി. സുധീഷ് അരികിലെ കൂടി വന്ന് നിധിയുടെ കയ്യിലേക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നു. മോഹൻ പറയുന്നു, സർ ക്ലയന്റ് വന്നു. സിദ്ധാർത്ഥും മോഹനും ക്ലയന്റ്സിന്റെ അരികിലേക്ക് ചെന്ന് സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയാണ്. നിധി ചോദിക്കുന്നു, എങ്ങനെ കിട്ടി സുധീഷ് ഈ ലാപ്ടോപ്പ്? അപ്പൊ സുധീഷ് പറയുകയാണ്, നിധി അതൊക്കെ പിന്നെ പറയാം, സമയം 12 ആകുന്നു. നിധി പോയി പ്രസന്റേഷൻ ചെയ്യാൻ നോക്ക്. സിദ്ധാർത്ഥ് നിധി അവിടേക്ക് വിളിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ് നിധി എന്ന് പറഞ്ഞ് ദിവ്യ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ സുധീഷ് പറയുകയാണ്, നന്നായിട്ട് ചെയ്യണം, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സുധീഷ് എന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയുകയാണ്, റിലാക്സ് ആയിട്ട് പ്രോജക്റ്റ് അവതരിപ്പിക്കണം. ഇത് കേട്ട് സുധീഷിനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് നിധി അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് സിദ്ധാർത്ഥ ക്ലയന്റ്സിന് മുന്നിൽ നിധിയെ പരിചയപ്പെടുത്തുകയും നിധി നന്നായി പ്രോജക്റ്റ് അവതരിപ്പിക്കുകയുമാണ്. പ്രസന്റേഷനൊടുവിൽ ക്ലയന്റ്സും സിദ്ധാർത്ഥും എല്ലാം സന്തോഷത്തോടു കൂടി കൈകൊട്ടുമ്പോൾ എല്ലാവരും എന്ന് നോക്കിയിട്ട് മോഹനും കൈകൊട്ടുകയാണ്. ശേഷം സിദ്ധാർത്ഥ് പറയുന്നു, നിധി പുറത്ത് വെയിറ്റ് ചെയ്യ്, ഞാൻ ഇവരുമായി സംസാരിച്ചിട്ട് വരാം. സന്തോഷത്തോടു കൂടി നിധി ദിവ്യയുടെ അരികിലേക്ക് വന്നിരിക്കുമ്പോൾ ദിവ്യ ചോദിക്കുന്നു, പ്രസന്റേഷൻ നന്നായി നടന്നോ? അപ്പൊ നിധി പറയുകയാണ്, വളരെ നന്നായിരുന്നു ദിവ്യ, അവർക്ക് ഡിസൈൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സിദ്ധാർത്ഥ് അവരോട് സംസാരിക്കുക, ഗുഡ് വർക്ക് എന്ന് പറഞ്ഞ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു സിദ്ധാർത്ഥ്. സന്തോഷത്തോടു കൂടി നിധിക്ക് കൈകൊടുത്ത് ദിവ്യ പറയുന്നു, ഓൾ ദ ബെസ്റ്റ്. പെട്ടെന്ന് നിധി ഓർക്കുകയാണ്, സുധീഷ് ഫോണിലൂടെ സംസാരിച്ചതും ലാപ്ടോപ്പുമായി കൃത്യസമയത്ത് അവിടെ കൂടി വന്നതുമല്ല. ശേഷം സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ച് നിധി ചോദിക്കുന്നു, സുധീഷ് ഇപ്പൊ എവിടെയാ? അപ്പൊ സുധീഷ് പറയുകയാണ്, ഞാൻ നിധിയുടെ ഓഫീസിന്റെ പുറത്തുണ്ട്. നിധിക്ക് ഇവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? പ്രസന്റേഷൻ നന്നായി ചെയ്തോ? സുധീഷ് ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞ് നിധി കോള് കട്ട് ചെയ്യുമ്പോൾ സുധീഷ് ടെൻഷനോട് കൂടി കാറിന്റെ അരികിൽ നിൽക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി വരുന്ന നിധിയെ കണ്ട് സുധീഷ് കൈ കാണിക്കുമ്പോൾ നിധി വളരെ സന്തോഷത്തോടു കൂടി സുധീഷിന്റെ അരികിലേക്ക് ഓടി വരികയാണ്. സുധീഷ് ചോദിക്കുന്നു, നിധി പ്രസന്റേഷൻ നന്നായി ചെയ്തില്ലേ? ലാപ്ടോപ്പ് യൂസ്ഫുൾ ആയോ? അപ്പൊ നിധി പറയുകയാണ്, യൂസ്ഫുൾ ആയോന്നോ? ആ ലാപ്ടോപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് ജോലി പോലും കാണില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച മുതൽ ഞാൻ ചെയ്ത എല്ലാ വർക്കുകളും ആ ലാപ്ടോപ്പിലാണുള്ളത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത പ്രസന്റേഷനാ. സുധീഷ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പോലും അറിയില്ല. സുധീഷ് ചോദിക്കുന്നു, അപ്പോ പ്രസന്റേഷൻ നന്നായി ചെയ്തു അല്ലേ? അപ്പൊ നിധി പറയുകയാണ്, വളരെ നന്നായി ചെയ്തു. എല്ലാവരും എന്റെ പ്രസന്റേഷൻ കണ്ട് കൈകൊട്ടി. ഇത് കേട്ട് സുധീഷ് പറയുകയാണ്, സൂപ്പർ നിധി. അപ്പൊ നിധിയുടെ കഷ്ടപ്പാട് വെറുതെ ആയില്ല. നിധി ചോദിക്കുന്നു, സുധീഷിന് എങ്ങനെയാ ലാപ്ടോപ്പ് കിട്ടിയത്? നെഞ്ചത്ത് കൈവച്ച് സുധീഷ് പറയുകയാണ്, കുറച്ചു സമയം ഞാൻ നിധിയുടെ ലാപ്ടോപ്പിനായി നിലത്ത് നിൽക്കാതെ ഓടുകയായിരുന്നു. നിധി പറഞ്ഞ ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് നോക്കി, ഒന്നും കിട്ടിയില്ല. അതിനുശേഷം നിധി ഓട്ടോയിൽ കയറിയ സ്ഥലത്ത് ഒരു കടയിൽ CCTV ക്യാമറ ഉണ്ടായിരുന്നു. അയാളുടെ കയ്യിലും കാലിലും ഒക്കെ വീണ് അപേക്ഷിച്ച് ആ ഫുട്ടേജ് കണ്ട് അതിലുള്ള ഓട്ടോ നമ്പർ എടുത്ത് ഓട്ടോയുടെ ഓണറിന്റെ അഡ്രസ് കണ്ടുപിടിച്ച് അവിടെ ചെന്നപ്പോൾ അയാൾ ആ ഓട്ടോ ആർക്കോ വാടകയ്ക്ക് കൊടുത്തതാണെന്ന്. അങ്ങനെ ആ ഡ്രൈവറുടെ നമ്പർ വാങ്ങി ഫോൺ വിളിച്ചപ്പോൾ ഡ്രൈവറുടെ ഭാര്യ ഫോൺ എടുത്ത് എന്തൊക്കെയോ പറയുന്നു. അവസാനം അവരെ സമാധാനിപ്പിച്ച് ആ ഓട്ടോ സ്റ്റാൻഡ് എവിടെയാണെന്ന്
കണ്ടുപിടിച്ച് അവിടെ ചെന്നു. അങ്ങനെ ആ ഓട്ടോ സ്റ്റാൻഡിൽ സുധീഷ് എത്തിയപ്പോൾ ഓട്ടോ തുടച്ചുകൊണ്ട് നിൽക്കുകയാണ് ഡ്രൈവർ. ഫോണിൽ നോക്കി അത് തന്നെയാണ് ഓട്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഡ്രൈവറുടെ അരികിലേക്ക് ചെന്നിട്ട് പറയുന്നു, രാവിലെ എന്റെ ഭാര്യ നിങ്ങളുടെ ഓട്ടോയിലാ ഓഫീസിൽ പോയത്. അവളുടെ ലാപ്ടോപ്പ് ഓട്ടോയിൽ മറന്നു വെച്ചു. ഇത് കേട്ട ഡ്രൈവർ പറയുകയാണ്, അതെ ഞാൻ ആ ലാപ്ടോപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കേട്ട് സുധീഷ് സമാധാനത്തോടു കൂടി നിൽക്കുമ്പോൾ ലാപ്ടോപ്പ് എടുത്തു കൊടുക്കുകയാണ് ഡ്രൈവർ. സുധീഷ് അത് വാങ്ങാനായി തുടങ്ങുമ്പോൾ ലാപ്ടോപ്പ് പിന്നിലേക്ക് പിടിച്ചുകൊണ്ട് ഡ്രൈവർ പറയുകയാണ്, നീയാണ് അവളുടെ ഭർത്താവെന്ന് ഞാനെങ്ങനെ വിശ്വസിക്കും? ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സുധീഷ് ഫോണിൽ നിധിയുടെയും സുധീഷിന്റെയും റിസപ്ഷന്റെ ഫോട്ടോസ് കാണിക്കുകയാണ്. ഡ്രൈവർ പറയുന്നു, അതെ ഈ കുട്ടി തന്നെയായിരുന്നു. അങ്ങനെ ആ ചേട്ടൻ ലാപ്ടോപ്പ് കൊടുക്കുകയാണ്. താങ്ക് യു ചേട്ടാ എന്ന് പറഞ്ഞ് സുധീഷ് ആ ലാപ്ടോപ്പുമായി അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. തുടർന്ന് സുധീഷ് പറയുന്നു, ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട നിധിയുടെ ലാപ്ടോപ്പ് ഞാൻ കണ്ടുപിടിച്ചത്. സ്നേഹത്തോടുകൂടി സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി സുധീഷിനെ കെട്ടിപ്പിടിക്കുകയാണ്. സുധീഷ് വിശ്വസിക്കാനാകാതെ നിൽക്കുമ്പോൾ നിധി പറയുന്നു, താങ്ക് യു സുധീഷ്. അമ്പരന്ന് സുധീഷ് മനസ്സിൽ പറയുകയാണ്, ഇത് സ്വപ്നമാണോ? ഇത് സ്വപ്നമായിട്ട് തോന്നുന്നില്ലല്ലോ. കണ്ണു നിറഞ്ഞ് സുധീഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിധി പറയുകയാണ്, സുധീഷ് കൃത്യസമയത്ത് ലാപ്ടോപ്പ് കൊണ്ടു തന്നില്ലായിരുന്നെങ്കിൽ എന്റെ കഷ്ടപ്പാടെല്ലാം വെറുതെ ആയനെ. സുധീഷ് കാരണോ ഞാൻ നന്നായി പ്രസന്റേഷൻ ചെയ്തത്. സന്തോഷത്തോടുകൂടി ഒന്ന് ഹഗ് ചെയ്തേക്കാവെന്ന് പറഞ്ഞ് സുധീഷ് നിധിയെ ചേർത്ത് പിടിക്കാനായി വരുമ്പോൾ സുധീഷിന്റെ കയ്യിൽ കയറി പിടിച്ച് നിധി പറയുകയാണ്, താങ്ക് യു സുധീഷ്, താങ്ക് യു സോ മച്ച്. ജസ്റ്റ് മിസ് എന്ന് സുധീഷ് മനസ്സിൽ പറയുമ്പോൾ നിധി പറയുകയാണ്, സുധീഷ് എനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് ഞാൻ നല്ലൊരു ട്രീറ്റ് തന്നെ തരും. സുധീഷ് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ്. നിധി വളരെ സന്തോഷത്തോടു കൂടി സുധീഷിനോട് സംസാരിക്കുന്നു. തുടർന്ന് കാറിൽ കയറി അവിടെ വന്നു പോകുന്ന സുധീഷ് വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ് നിധി തന്നെ കെട്ടിപ്പിടിച്ച് താങ്ക്സ് പറഞ്ഞത്. വീട്ടിലേക്ക് വന്ന സുധീഷ് നികേഷിനെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് സന്തോഷത്തോടു കൂടി ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഈ സമയം ബൈക്കിൽ അവിടേക്ക് വരികയാണ് സുഭാഷും ഹരീഷും. ടെൻഷനോടുകൂടി അകത്തേക്ക് കയറിയെന്ന് അവർ ചോദിക്കുന്നു, എന്താടാ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞത്? എങ്ങനെ ഞാനത് നിങ്ങളോട് പറയുന്നു പറഞ്ഞ് സുധീഷ് സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ് നിധി തന്നെ കെട്ടിപ്പിടിച്ചത്. സുധീഷ് എന്ന് വിളിച്ച് സുഭാഷ് തോളിൽ തട്ടുമ്പോൾ സുഭാഷേട്ട ഹരീഷ് എന്ന് വിളിച്ച് അവരെ കെട്ടിപ്പിടിക്കുകയാണ് സുധീഷ്. ഇതെല്ലാം കണ്ട് കണ്ണു തള്ളി നിൽക്കുകയാണ് നികേഷ്. സുധീഷ് ഓടി വന്ന് നികേഷിനെയും കെട്ടിപ്പിടിക്കുന്നു. ശേഷം സുധീഷ് ഉറക്കെ പറയുകയാണ്, നിധി എന്നെ കെട്ടിപ്പിടിച്ചു. ഇത് കേട്ട് വിശ്വസിക്കാനാകാതെ നിൽക്കുകയാണ് അവർ. സുധീഷ് നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നു. പ്രസന്റേഷൻ എല്ലാം കഴിഞ്ഞ് നിധി എന്റെ അരികിലേക്ക് വന്ന് എന്താ പറഞ്ഞെന്നറിയുമോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, എന്തു പറയാൻ, താങ്ക്സ് പറഞ്ഞാണോ? അപ്പൊ സുധീഷ് പറയുകയാണ്, അതെ അത് തന്നെയാണ് പറഞ്ഞത്. എങ്ങനെയാണ് പറഞ്ഞെന്നറിയോ? ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച്. സുധീഷ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. സത്യമാണോ സുധീഷ് എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ നികേഷിന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് സുധീഷ് പറയുകയാണ്, ഇവനാണ് സത്യം. കൈ തട്ടി മാറ്റി നികേഷ് പറയുന്നു, സുധീഷേട്ടാ വേണ്ട, ഇതെന്റെ ജീവിതത്തിന്റെ കാര്യമാ. അപ്പൊ സുധീഷ് പറയുകയാണ്, എന്നെ നീ ഒന്ന് വിശ്വസിക്കടാ, അവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. ഇതെല്ലാം നടന്ന കാര്യമാ. ഓഫീസിന്റെ പുറത്ത് നടു റോഡിൽ വെച്ച് അവൾ എന്നെ കെട്ടിപ്പിടിച്ചു. എല്ലാം കേട്ട് വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് സുഭാഷും നികേഷും ഹരീഷും. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്